ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഇളനീർ പുഡിങ്ങിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരുതി അതൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇളനീർ വാങ്ങിച്ചിട്ടുണ്ട്. ഇളനീർ കടയിൽ നിന്ന് തന്നെ ഞാൻ പൊളിച്ചിട്ട് പഴുപ്പും അതിൻ്റെ വെള്ളം കൂടെ 2 കവറിലാക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പണി ഉണ്ടാക്കണ്ടല്ലോ, എളുപ്പമല്ലേ. അപ്പം ഞാനിതാ ഇളനീരിൻ്റെ വെള്ളം ചേർത്തുകൊണ്ട് അതിൻ്റെ പൾപ്പ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്കിത് ചൈന ഗ്രാസ് മെൽറ്റാക്കാനാണ്. ഞാൻ 20 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആട്ടോ, 2 പാക്കറ്റ് ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 കപ്പ് വെള്ളത്തിൽ ആദ്യം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പാത്രം കൂടെ ഞാൻ ഒരു സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇളനീരിൻ്റെ അരച്ചത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പാലിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, 250 ml അളവിലുള്ള. അപ്പോൾ പുഡിങ് ആകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണമല്ലോ. ഇതിന് മറ്റൊരടുപ്പത്ത് ഞാനൊരു 5 ഗ്രാം ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജിയെങ്കിലും ഇടാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ പിന്നെ ചൈന ഗ്രാസ് മെൽറ്റായി വരുന്നുണ്ട്. ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ പ്ലെയിൻ ചൈന ഗ്രാസ് നമ്മൾ പീസാക്കി കണ്ട് ഇടൂലേ, അതുപോലെ ഇടാനാണ്. ഇതിപ്പോൾ പാലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള പിന്നെ ഇളനീരിൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണുന്നില്ല, കട്ടായിപ്പോയി. ഇനി ചൈന ഗ്രാസ് ഞാൻ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ? കഴിയാറായി തുടങ്ങിയില്ലല്ലേ, പകുതിയിലധികമായി. ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് മെൽറ്റാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് തിളച്ച് പൊങ്ങും. ഈ ട്രേയിലുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊന്ന് പീസായി മുറുക്കുന്നുണ്ട്. അയ്യോ, പണി പാളിപ്പോയി. എന്തോ ഭാഗ്യത്തിന് പുറത്തേക്ക് പോയില്ല, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി ഇത് നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന് ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഒന്ന് വിതറി കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബായ്.